ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സാഷ് ബൈ കേളി. രാവിലെ തന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. കമ്മലും ഇട്ടു ഈ വളയും ഇട്ട് ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി ഞാൻ പോകുന്നത് വേറൊരിടത്തും അല്ല. ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. എനിക്കൊരു ടീം ഡിന്നർ ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്ന് ഒരുങ്ങിയൊക്കെ പോകണ്ടേ. അപ്പോൾ കോർപ്പറേറ്റിലുള്ളവർക്കറിയാം, അവർക്ക് എപ്പോഴും ഒരു ടീം ഡിന്നറൊക്കെ ഉണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോയി കഴിക്കുക. ആദ്യം തന്നെ ഓഫീസിൻ്റെ പുറത്തുള്ളൊരു വ്യൂ ആണ്. ഓഫീസിൽ വന്നു കഴിഞ്ഞ് 10ാമത്തെ ഫ്ലോറിലെ ഓഫീസ്. പിന്നെ ഞാൻ ഓഫീസിൽ വന്നു. ഇതാണ് നമ്മുടെ ബാത്റൂം. ഓക്കെ. ഞാനും ബാത്റൂം കണ്ടില്ല എന്ന് എൻ്റെ അടുത്ത് പറയരുത്. ഒരു 4:30 ആയപ്പോൾ കാർഡ് സ്വൈപ്പ് ചെയ്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. എന്തിനാ ഇത്രയും നേരത്തെ പോണതിൻ്റെ ഒരൊറ്റ റീസൺ ഒന്നേ ഉള്ളൂ. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. ഇവിടെ നമ്മുടെ ബാംഗ്ലൂർ തന്നെയാണ്. പ്രാവിനെയും പറപ്പിച്ചിട്ട് നമ്മൾ കാറിനായിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മൾ ഊബർ ബുക്കാക്കി കുറേ നേരം കാത്തിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ഓഫീസിൻ്റെ പുറത്തുള്ള വ്യൂ. നിറയെ ചെടികളായിട്ട്. ആ സമയത്താണ് നമുക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ സ്നാക്സ് ബോക്സും കഴിച്ചുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹർഷിതയ്ക്ക് കോൾ വന്നു. എന്താണ് ക്യാബ് അടുത്തെത്തിയെന്നും പറഞ്ഞിട്ട്. ഞാൻ ഹർഷിതിനെ തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു കേട്ടോ. എന്ത് ക്യൂട്ട് അവളെ കാണാൻ. അപ്പോൾ അവൾ വന്നിട്ട് ആന്ധ്രാപ്രദേശുകാരിയാണ് കേട്ടോ. ഇതാണ് നമുക്ക് പോകാനുള്ള വണ്ടി. അപ്പോൾ ഞാൻ ഏറ്റവും ബാക്കിൽ കയറിയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം ബാക്ക് സീറ്റ്. നിങ്ങൾക്ക് ബാക്ക് സീറ്റ് ഇഷ്ടമാണോ? ഞാനും സുഷ്മയും കൂടെ ബാക്കിയിരുന്നു കേട്ടോ. അവൾ കന്നഡിക്കയാണ്. പക്കാ കന്നഡിക്ക. അപ്പം ഞാനും അവളും കൂടെ ബാക്കിയിരുന്നു. ദേ കാവ്യ ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സുമശ്രീയും അവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുറേ നേരത്തെ ഇറങ്ങിയതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. 4:30ക്കാണ് ഇറങ്ങിയെങ്കിലും നമ്മളവിടെ എത്തിയത് ഒരു 5:40 അടുപ്പിച്ചായി. കാരണം നല്ല ലേറ്റ് ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലെ ബ്ലോക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തത് വേറെ ഒന്ന് തന്നെയാണ്. കുറേ നേരം പിടിച്ചു എത്തിപ്പെടാനായിട്ട്. കുറേ കഴിഞ്ഞ് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇത് ഈ കാണുന്നതാണ് നമ്മളുടെ ഹോട്ടൽ. അപ്പോൾ ഇന്ന് ഇവിടെ വച്ചിട്ടാണ് നമുക്ക് ഡിന്നർ കഴിക്കേണ്ടത്. ഡിന്നർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്താഴം. നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോർ വഴി നടന്നു. ലിഫ്റ്റ് പിടിക്കാനുള്ള ഓട്ടത്തിലാണ് കേട്ടോ. നമ്മൾ മാത്രമല്ല കേട്ടോ, ഇത്രയും പേരല്ല, നമ്മൾ എറൗണ്ട് 20 പേരുണ്ട് ഓഫീസിൽ. എല്ലാവരും കാര്യം പറഞ്ഞ് ചിരിച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സന്തോഷവേളയിൽ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ കിട്ടുന്ന ഒരു ചാൻസ് അത് കളയത്തില്ല. എനിക്ക് ഈ ഹോട്ടലിൻ്റെ ആംബിയൻസ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് അവരുടെ റിസപ്ഷൻ. കണ്ടോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് നല്ല ഇൻറ്റീരിയർ വർക്ക് അവർ കൃത്യമായിട്ടെല്ലാം ചെയ്തു. എനിക്ക് എസ്പെഷ്യലി നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കണേക്കാട്ടും ഒരു ഹോട്ടലിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ ഒരു ഹോട്ടൽ. അവരുടെ അതിനനുസരിച്ച് നല്ല ചിലവും കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ കമ്പനി നോക്കിക്കോളും. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ ഓരോ സീറ്റിലും സ്കാനറുണ്ട്. ദേ ഈ കാണുന്നതാണ് ബാറ്. നമുക്ക് പക്ഷേ മേളിലാണ് കേട്ടോ സീറ്റ് അലൈൻ ചെയ്തിട്ടുള്ളത്. നേരെ വന്ന് നോക്കിയതും നമ്മുടെ സീറ്റ് ദേ ഇതാണ് കേട്ടോ. ഇത്രയും നിരന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 20 പേർക്കൊക്കെ ഇത് സുഖമാണ് ഇരിക്കാനായിട്ട്. പിന്നെ ഫോട്ടോ സെഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടുത്തെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് എന്ത് നല്ല വ്യൂ എന്നറിയാമോ. ഈ മേഘങ്ങളും ബിൽഡിങ്. നേരത്തെ കാണിച്ച ബാറാണ് കേട്ടോ ഈ കാണുന്നത്. മേളിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെ. കുറേ കഴിഞ്ഞ് വിനോദും മഞ്ജുവും കൂടെ എത്തി കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണമെന്നുണ്ടപ്പോൾ ഒരു ക്യൂട്ട് സ്മൈലി 2 പേരുടെ ഭാഗത്തുനിന്ന്. അയ്യോ. ഞാനും സഞ്ജന അടുത്താണ് കേട്ടോ ഇരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് കഴിഞ്ഞ് നൂറ് വന്നു. നമ്മുടെ ഗജേന്ദ്രൻ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോ ആൾക്കാരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ബാക്ക് ടു ബാക്ക്. എല്ലാവരും കാര്യം പറഞ്ഞ് സെറ്റിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ വീട്ടിലോട്ട് പോകാനുള്ള രീതിയിൽ പെട്ടി വരെ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. സോ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം പറയണം, എന്ത് ഓർഡർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. എല്ലാവർക്കും ഒരു യുദ്ധം തുടങ്ങേണ്ട പരിപാടിയിലോട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് വെജ് ഏരിയയും ഇപ്പുറത്ത് നോൺ വെജ് ഏരിയ ആയിട്ട് കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞതും ദേ നമ്മുടെ മാലിനിയും കൂടെ എത്തി. പിന്നെ തുടങ്ങി അങ്ങ്. പിന്നെ ദേ ചിക്കൻ ആദ്യം കോണിൻ്റെ ഫ്രൈ ചെയ്തതും കൂടെ ആയിട്ട് ഞാനൊരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങി. അവിടെ വെജീസിൻ്റെ ഏരിയയും അവിടെയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞതും നമ്മുടെ നൂറ് നോൺ വെജും വെജും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനോ എന്ന് പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പുറത്ത് ബോയ്സിൻ്റെ ഏരിയ ആണെങ്കിൽ തകൃതിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ നോൺ വെജാണ്. അപ്പം നമ്മളെങ്ങനെയാണ് നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കും. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ ഐറ്റംസ് ട്രൈ ചെയ്യാമല്ലോ. ഞാനാണെങ്കിൽ ഓരോ ന്യൂ ഡിഷസും ട്രൈ ചെയ്യാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ വെജും കൊണ്ടുവരുന്നുണ്ട്, നോൺ വെജും കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കും. നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തത് ദേ ഈ ഒരു കൊഞ്ചും പിന്നെ ചിക്കനും എടുത്തൊന്ന് ട്രൈ ചെയ്തു. ഫിനിഷ്ഡ്. കുറച്ച് കഴിഞ്ഞ് കാത്തിരുന്നപ്പോഴാണ് ഒരു ക്യൂട്ടിങ്. ദേ നമ്മുടെ ഗജേന്ദ്രൻ നൂറിന് ഫീഡ് ചെയ്ത് കൊടുത്തു. അടുത്തും വീണ്ടും ഒരു കൊഞ്ച്, അതായത് പ്രോൺസ്. പിന്നെ ഈ ഒരു സാൻഡ്വിച്ച് മോഡൽ എന്തോ എനിക്കിത് പറയാൻ അറിഞ്ഞൂടെ. എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടതും ഇല്ല. എനിക്കെന്നല്ല, അധികം ആർക്കും ഇഷ്ടപ്പെട്ടില്ല.
പിന്നെ ഇത് നമ്മുടെ ലേഡീസ് ഫിംഗർ ഫ്രൈ ചെയ്തതും, പിന്നെ ദാ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മീനും. പിന്നെ ദേ ഈ ഒരു ഇത് എനിക്ക് തോന്നുന്നു ചിക്കൻ്റെ വിങ്സാണ്. പിന്നെ പിന്നെ പിസ്സ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ പാനിപ്പൂരി. അതവർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നൂറ് എല്ലാവർക്കും ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന വിനോദും ഞാനും മാത്രമാണ് ടീമിൽ മലയാളിയായിട്ടുള്ളത്. വേറെ ആരും മലയാളികളല്ല. ആദ്യമേ പറയാം, ബാക്കി എല്ലാവർക്കും കന്നഡ അറിയാം. പിന്നെ നമ്മുടെ മാനേജർ, പുള്ളിക്കാരത്തി ഓൺ ദ വേ ആണ്. പുള്ളിക്കാരത്തിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ അർജൻറ്റ് ഒരു മീറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നൂറിനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാവരെയും ടേക്ക് കെയർ ചെയ്യാൻ ബെസ്റ്റാണ്. നൈറ്റ് ആയപ്പോൾ ഹോട്ടലിൻ്റെ ബ്യൂട്ടി കൂടിയിട്ടേ ഉള്ളൂ കേട്ടോ. നല്ല ലൈറ്റ്സ് എല്ലാമായിട്ട് നിറഞ്ഞു. പിന്നെ അവർ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. പിന്നെ കേക്ക് കട്ടിങ് നമ്മുടെ പ്രതാപയിലെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ കേക്ക് കട്ടിങ് കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറുമായ നമ്മുടെ മാലിനിയാണ് എല്ലാത്തിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ദേ ഇരിക്കുന്നു നമ്മുടെ മാനേജർ സുധയാണ് കേട്ടോ നമ്മുടെ പ്രതാപയുടെ തൊട്ടടുത്തിരിക്കുന്നത്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കേക്ക് കട്ടിങ് നടത്തുകയാണ് കേട്ടോ. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, സന്തോഷമായി. കാരണം ഞാൻ ദേ ഇവിടെ പിറകിൽ നിന്ന് കൈയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ഡെസേർട്ട് ട്രൈ ചെയ്തു കേട്ടോ. ഇത് കുറച്ച് വൈറൽ സാധനമാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നീണ്ടു നിന്ന പരിശ്രമത്തിനൊടുവിൽ നമ്മളതെല്ലാം തീർത്തിട്ടുണ്ട് അവസാനം. പിന്നെ കുറച്ച് നേരം നമ്മൾ കുശലം പറച്ചിലും കാര്യങ്ങളായിട്ടിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനും മാലിന്യം കൂടി എക്സ്പ്രഷൻ ഇട്ട് കളിക്കുമായിരുന്നു. എല്ലാവരും ചിരിച്ച് കളിച്ചിരുന്നതിന് ശേഷം നമ്മൾ വാഷ്റൂമിൽ വന്നു. ഹാൻഡ് വാഷൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാണ് കേട്ടോ രാത്രിത്തെ ഇവിടെ വ്യൂ എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ബാംഗ്ലൂർ സിറ്റീനെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ വരുന്നവരിക്കും ടാറ്റാ ബൈ ബൈ.